ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി നമുക്ക് നോക്കിയാലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊരിച്ച പത്തിരി അഥവാ എണ്ണപ്പത്തിരിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക. സബ്സ്ക്രൈബിൽ ബെല്ലൈക്കൺ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമുക്ക് ഈ പൊരിച്ച പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്, നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി എല്ലാം ചേർത്ത് കട്ടയില്ലാതെ നന്നായി ഇളക്കിയെടുക്കുക. 1 കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് വെള്ളമാണ് കണക്ക്. ചെറു ചൂടോടുകൂടി നന്നായി കുഴച്ചെടുക്കുക. സോഫ്റ്റ് ആകുന്ന വരെ കുഴയ്ക്കുക. ഇതിലേക്ക് 1 സ്പൂൺ റവ, 1 സ്പൂൺ മൈദ, ആവശ്യത്തിന് എണ്ണയോ നെയ്യോ കുറച്ച് ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ, 3-4 അല്ലി ചെറിയുള്ളി, ചെറിയ ജീരകം എല്ലാം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്തേക്കുന്ന ഈ മിക്സ് ഇതിലോട്ട് ചേർത്ത് എല്ലാം തന്നെ നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തേക്കുന്ന ഈ മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. ഇതിന് മുകളിലായി കുറച്ച് എണ്ണയോ നെയ്യോ നന്നായി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. ഇതൊരു കൗണ്ടർ ടോപ്പിൽ ചപ്പാത്തിക്കെല്ലാം ഇട്ട് നന്നായി പരത്തിയെടുക്കുക. എന്നിട്ട് ചെറിയ സർക്കിൾ ഷേപ്പിൽ നന്നായി കട്ട് ചെയ്തെടുക്കുക. ഞാനൊരു കട്ടർ വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എങ്ങനെയും സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു പാനിൽ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന പത്തിരി ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. നന്നായി മുറിച്ചെടുക്കുക. പത്തിരി ഒട്ടും തന്നെ കട്ടിയായി പോവല്ല. നന്നായി വെന്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം.